ആരാണ് മ്യൂസിക് ഇട്ടത്? ഇങ്ങോട്ട് വന്നൊന്ന് നോക്ക്. ഞാനും ഒന്ന് കണ്ടോട്ടെ. നന്നായി, എന്തായാലും നിങ്ങൾ എത്തിയല്ലോ. എന്റെ സാൽസ എങ്ങനെയുണ്ടാ? എനിക്ക് സാൽസ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ബാർബിക്യൂവും സ്റ്റേജ് വണ്ണുമാണ് ഇഷ്ടം. കഴുതേ, ഇത് ആഹാരത്തിന്റെ കാര്യമല്ല, ഡാൻസിന്റെ കാര്യമാണ് പറയുന്നത്. സംശയമുണ്ടോ? കഴുത നീയാണ്. ബാർബിക്യൂവും തന്തൂരിയും ഡാൻസ് ആണെന്ന് ആരാ പറഞ്ഞത്? എന്നാ നീ ഇപ്പൊ പറഞ്ഞത് അതുപോലെയാണല്ലോ. അല്ല, താനെന്തിനാ സാൽസ കളിക്കുന്നത്? കൂട്ടുകാരന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ കിറ്റിയോടൊപ്പം എനിക്ക് ഡാൻസ് കളിക്കണം. കിറ്റി ഒരുപാട് വലുതാണ്. ലോകത്തിൽ എന്താടാ ഒരു കിറ്റി മാത്രമേ ഉള്ളൂ? എന്റെ സുഹൃത്തിന്റെ പേരും കിറ്റി എന്നാണ്. ഒരു ലേഡി സ്പൈഡറാ. ബന്നി സാൽസയുടെ മാസ്റ്ററാണ്. സംശയമുണ്ടോ? എനിക്ക് പഠിപ്പിച്ചതാ പ്ലീസ്. ആദ്യം 2 കാലുകളുടെ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഈ 8 കാലിൽ ഏത് 2 കാലാന്ന് പറയാ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പകൽ സമയത്ത് ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തി എന്റെ ഉറക്കത്തെ നശിപ്പിക്കരുത്. രാത്രിയിൽ വരാൻ കഴിയില്ല, അപ്പൊ ഞങ്ങൾ ഉറക്കമായിരിക്കും. എന്നെന്തിനാ തല്ലിയത്? ഞാൻ ചെറിയൊരു തമാശ പറഞ്ഞതല്ലേ. നിന്റെ തമാശയൊക്കെ എന്റെ അടുത്ത് പറയേണ്ട ഒരാവശ്യമില്ല. എന്റെ അടുത്ത് കളിച്ച ഇങ്ങനെ ഇരിക്കും. ആ ശരി, പറയേ, മ്യൂസിക് ഇട്ടത് ആരാ? അത് ഞാൻ തന്നെയാ. ഓ അയ്യോ, എന്റെ പൊന്നെ, താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ ഉറക്കം മുഴുവൻ നശിച്ചില്ല ഇപ്പോ. നീ ഉറങ്ങാൻ വേണ്ടി എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. എടോ, താൻ ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. ഇത് എന്റെ സ്ഥലമാ. ഇവിടെ ആവശ്യമില്ലാതെ മ്യൂസിക്കും കുന്തോന്നിടേണ്ട ഒരു കാര്യമില്ല. കാര്യമില്ലെന്ന് പറയാൻ നീ ആരാടാ? നിങ്ങൾ എന്തിനാ അങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? സ്പൈഡർ, നീ എന്റെ കൂടെ ഒന്ന് വന്നേ. തനിക്ക് ഞാൻ ഗാർഡൻ വെച്ച് പറഞ്ഞു തരാം. അത് നടക്കില്ല. ഡാൻസ് ഇവിടെ തന്നെ ഞാൻ പഠിക്കാം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ വന്ന് ഞങ്ങളുടെ മുറിയിൽ നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. അതെന്തിനാടാ? ഇത് എന്റെ മുറിയാണ്, എന്റെ മാത്രം. ഞാൻ ഇവിടെ തന്നെ ഉറങ്ങും. അതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ച എന്റെ കയ്യിൽ നിന്ന് ശരിക്കും മേടിക്കും, പറഞ്ഞേക്കാം. ചമ്മന്തി പോലെ ആയില്ലേ? ചമ്മന്തി പോലെയല്ല, പപ്പടം പോലെയായി. നീ ഒന്നും മിണ്ടാതിരിക്കേ. ഞാൻ നിന്നെ വിടില്ല, കണ്ടോ? ഞാൻ പോയി എന്റെ പിള്ളേരെ വിളിച്ചോണ്ട് ഇങ്ങ് വരാടാ. പോയി വിളിച്ചോണ്ട് വാ. എന്റെ പക്കലുമുണ്ട് നല്ല പിള്ളേര്. ഒരേ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഇവർ എത്രമാത്രം വഴക്കാ കൂടുന്നത്. നല്ല കാലം, പ്രശ്നം എന്തായാലും തീർന്നു. മിന്നുന്നതൊന്നും ഒരിക്കലും പൊന്നാവില്ല. സംശയമുണ്ടോ? പിന്നെ എന്താ ആവുക? അത് പഴമൊഴിയാണ്. പൊപ്പട്ട് പറഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നതെല്ലാം നല്ലതല്ലെന്നാണ്.
രണ്ടുപേരുടെയും വഴക്ക് വല്ലാതെ കൂടും. ഇത് നമ്മൾ തടഞ്ഞേ മതിയാകൂ. കൂട്ടുകാരൊരിക്കലും വഴക്കിടാൻ പാടില്ല. അവര് രണ്ടുപേരും പിള്ളേരെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. 2-3 മണിക്കൂർ കഴിയുമ്പോ മാച്ച് തുടങ്ങുമായിരിക്കും. വീണ്ടും തുടങ്ങിയെന്നാ തോന്നുന്നത്. വേഗം വാ, നമുക്ക് തടയണം. എഡിസിനി, റൂബി, വൈഗെ, നിഷേ ഇന്നിവരെ എന്തായാലും നമ്മൾ വിടാൻ പാടില്ല. രമേഷ്, സുരേഷ്, മഹേഷ്, നരേഷ് എന്ന് നമ്മൾ അറിയിക്കണം നിങ്ങളൊക്കെ ആരാണെന്ന്. അല്ല, ഇപ്പോഴല്ലേ താൻ പേരൊക്കെ പറഞ്ഞത്? തനിക്ക് അവരാരാണെന്ന് അറിയില്ലേ? ആദ്യം ഒരു കാര്യം പറയേ, നിങ്ങളൊക്കെ ആരുടെ പക്ഷമാണ്? ഞാൻ പിന്നെ വാതിലിന്റെ പക്ഷത്താണ് കേട്ടോ. എടാ, വെറുതെ എന്നോട് മണ്ടത്തരം ഒന്നും പറയരുത്. ഇപ്പൊ തന്നെ എന്റെ തല ആകെ ചൂട് പിടിച്ചിരിക്കുക. ഞങ്ങളുടെ ആരുടെ പക്ഷത്തല്ല. അതേപോലെ നിങ്ങള് ഈ വഴക്കൂടനെ നിർത്തണം. ആ വഴക്കുകൂടി ഒന്നും സാധിക്കാനാവില്ല. സൗഹൃദമാണ് നല്ലത്. സംശയമുണ്ടോ? എടാ, ഒന്ന് മിണ്ടാതിരിക്കേ. എന്തുവാ ഇത്? സാക്ഷിയും വക്കീലും കോടതിയും ജഡ്ജും ഇതുപോലത്തെ ഏർപ്പാടൊന്നും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ. എന്താ ആക്ഷൻ ഒന്നും ഇല്ലേ? എന്നാ പിന്നെ വാടാ. നീ ഒരുപാട് സംസാരിച്ചില്ലേ? ഇനാ ഞാൻ മ്യൂസിക് ഓൺ ചെയ്തിരിക്കാം. ഇനി എന്ത് ചെയ്യും നോക്കട്ടെ. ഇനി ഞാനല്ല ചെയ്യേണ്ടതല്ല, എന്റെ കൂട്ടുകാരികൾ ചെയ്യും. നീയൊക്കെ എന്താണ് ഡാൻസ് കളിക്കാൻ വേണ്ടിയാണ് വന്നത്? ഇത് കേട്ടാ പിന്നെ ഞങ്ങൾ വേറെ എന്താ ചെയ്യേണ്ട ചേച്ചി? മ്യൂസിക് കേട്ട് കഴിഞ്ഞപ്പോ എന്റെ അകത്തുള്ള ഡാൻസ് പുറത്തേക്ക് ചാടുകയാ. അതെ, മ്യൂസിക് കേട്ടാൽ ആരായാലും കളിച്ചു പോവും. കൂടാതെ ഇങ്ങനത്തെ മ്യൂസിക് ആവുമ്പോ നിർത്താൻ പറ്റില്ല എന്റെ ചേച്ചിയെ. നിന്റെ ഡാൻസ് അടിപൊളിയാ കൊച്ചേ. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നിന്നോട് എന്തിനാണ് താങ്ക്സ് പറയുന്നത്? എടി, താങ്ക്സ് അല്ലടി. അതെ, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിച്ചോ ഇല്ലയോന്ന് പറഞ്ഞില്ലല്ലോ. ഒന്നുകൂടി ഞാൻ പ്ലേ ചെയ്യാം. ഈ പ്രാവശ്യം നന്നായി ഡാൻസ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഓക്കേ. ഓക്കേ. എടാ, എന്താടാ ഓക്കേ? നിങ്ങളെല്ലാരും കൂടി എന്തായി ചെയ്യുന്നത്? നമ്മൾ ഡാൻസിനല്ല, ഫൈറ്റ് ചെയ്യാനാ വന്നതാ. കുറച്ചു നേരം കൂടി ഡാൻസ് കളിക്കാന്നേ. ഇവര് ഡാൻസ് ചെയ്യാന്ന് പറയുമ്പോ നിങ്ങൾ എന്തിനാ ഫൈറ്റ് ചെയ്യാന്ന് പറയണത്? കാരണം ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എല്ലാരും തയ്യാറായിക്കൊള്ളൂ. നിങ്ങൾ തയ്യാറായിക്കോളൂ. തയ്യാറാ? ഓ, ഞാനേ ലിപ്സ്റ്റിക് ഇടാൻ മറന്നു പോയിട്ടോ. ഇത് അവരുടെ കൂട്ടത്തിലുള്ള ഹണിയാണ്. സംശയമുണ്ടോ? എടി വൈകി, നമ്മൾ പാർട്ടിക്കൊന്നും അല്ലടി പോകുന്നത്. തല്ല് കൂടാനായിട്ടൊന്ന് തയ്യാറായിട്ട് നിക്കടി. റെഡി? ഒന്നുകൂടെ ഒന്ന് വിസിലടിക്ക. എന്തിനാണോ? കാരണം എന്റെ ആൾക്കാരെ ഒന്ന് റെഡിയാക്കണമല്ലോ. കൂടാതെ എനിക്കും വിസിലടിക്കാൻ അറിഞ്ഞുകൂടാ. ഓക്കേ, ആദ്യം ഞാൻ വിസൽ അടിക്കാം, പിന്നെ നിന്നെ എടുത്ത് ഇടിക്കാം. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി മുതൽ നിനക്ക് ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം ഉണ്ടാകരുതാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നീ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാൻ ധൈര്യം കാണിക്കരുത്. എന്നെ ഞാൻ എടേ, എന്തുവാടാ ഇത്? നിർത്ത്. നിർത്താൻ. അല്ലെങ്കിൽ ഞാനിത് സ്പ്രേ ചെയ്യും. പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല. ഇതാണോ സുഹൃത്ത് ബന്ധം? ഇത്രയും വർഷമായി ഒന്നിച്ച് താമസിച്ചിട്ട് ഇങ്ങനെയാണോ കാണിക്കുന്നത്? അത് ശരി. പിന്നെ ഞാൻ എന്താ ഇപ്പോഴാണ് ഇവിടേക്ക് വന്നത്?
ഞാനിവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളാ. ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെയാണ് വഴക്കൂടുന്ന. നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അതെ, സോർദാർ ഇത്രയും കരാട്ടെ കാണിച്ചിട്ടും ഞങ്ങൾ അവനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? ഞങ്ങളും ഹണി ചെയ്യുന്ന മണ്ടത്തരങ്ങളെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുകയല്ലേ? സംശയം ഇവിടെ ഉറങ്ങുന്ന സമയത്ത് നിനക്ക് ഡാൻസ് പുറത്ത് പ്രാക്ടീസ് ചെയ്തൂടെ? പറഞ്ഞതാണ് ശരി. ഇവൻ കാണിക്കുന്ന വൃത്തിയുടെ ഡാൻസ് കാണുമ്പോ എനിക്ക് കലിപ്പാണ് ഉണ്ടാകുന്നത്. ആ പിന്നെ അവൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിനക്ക് പുറത്തു പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഓ ഈ വീടിന്റെ സമാധാനം തന്നെ പോവാ. അഡ്ജസ്റ്റുകൾ ചെയ്താൽ മാത്രമേ നല്ല സുഹൃത്ത് ബന്ധം എപ്പോഴും ബലപ്പെടുകയുള്ളൂ. മനസ്സിലായി. നീ അകത്ത് കിടന്നുറങ്ങിക്കോ. ഞാൻ പ്രാക്ടീസ് വെളിയിൽ പോയി ചെയ്തോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നീ പ്രാക്ടീസ് ചെയ്യ്. ഞാൻ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളാം. ഇവിടെ കിടന്ന് ഉറങ്ങാനാ പറഞ്ഞത്. പ്രാക്ടീസ് ചെയ്യാനാ ഞാൻ പറഞ്ഞത്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവരൊരിക്കലും നന്നാവില്ല. സുഹൃത്തുക്കൾക്കിടയിലെ വഴക്കും ഒരു രസമാണ്. സംശയമുണ്ടോ? ഞാൻ